ബി അശോക്, എൻ പ്രശാന്ത്. മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് സസ്പെൻഡായി പുറത്താക്കിയിരുന്ന ആൾക്കാരാണ് ഈ രണ്ട് IAS-കാർ. ഇവരെ രണ്ടുപേരെയും ഇപ്പോൾ തിരിച്ചെടുക്കുന്ന നടപടിയാണ് വി ഡി സതീശൻ സർക്കാർ സ്വീകരിക്കുന്നത്. എന്തായിരിക്കാം ഇത്? ഒരു രാഷ്ട്രീയ പ്രേരിതം എന്നൊക്കെ വാർത്തകളിലൊക്കെ കാണുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭം എന്നൊക്കെ കാണുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിൽ? അല്ല, അതിൽ പ്രശാന്ത് 1.5 കൊല്ലമായിട്ട് സസ്പെൻഷനില്ല. അതെ, അശോക് ഈ അടുത്താണ് സസ്പെൻഡ് സസ്പെൻഷൻ ആയേക്കുന്നത്. പ്രശാന്തിൻ്റെ സസ്പെൻഷന് യാതൊരു ന്യായീകരണവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ IAS-കാരെ എവിടെ വെക്കണം, അവരെന്ത് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുത്തുകൊണ്ടിരുന്നത് ഡോക്ടർ KM എബ്രഹാം ആയിരുന്നു. ഈ പ്രശാന്തിനെയും അശോകിനെയും KM എബ്രഹാമിന് ഇഷ്ടമായിരുന്നില്ല. തൻ്റെ ഇംഗിതത്തിനും ഇഷ്ടത്തിനും നിരക്കാത്തവർ ഈ സർവീസിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അന്നത്തെ സർവാധികാര്യക്കാരനായ KM എബ്രഹാം തീരുമാനിച്ചു. ഈ KM എബ്രഹാമിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, KM എബ്രഹാം കോൺഗ്രസ് വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടത്തിൽ കുടുംബാംഗമാണ് അദ്ദേഹം. കണ്ടത്തിൽ കുടുംബം എന്ന് പറഞ്ഞാൽ മനോരമ കുടുംബത്തിൻ്റെ ഇതാണ്. അപ്പോൾ കണ്ടത്തിൽ ഫാമിലി അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കും. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കണ്ടത്തിൽ കുടുംബാംഗത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം UDF വരുമ്പോൾ കണ്ടത്തിൽ വഴി ആ ഗവൺമെൻറ്റിൻ്റെ വിശ്വസ്തനായിട്ട് മാറും. LDF വരുമ്പോൾ ഇദ്ദേഹം പഠിക്കുന്ന കാലത്ത് SFI-കാരനായിരുന്നു എന്നുള്ളൊരു സാധനമുണ്ട്. അന്ന് താൻ SFI-കാരനായിട്ട് മത്സരിച്ചതിൻ്റെ നോട്ടീസുണ്ട്. ആ നോട്ടീസുമായിട്ട് ചെല്ലും. അപ്പോൾ ഇദ്ദേഹം SFI-കാരനാകും. അങ്ങനെ ഇടതുമുന്നണി വന്നാലും വലതുമുന്നണി വന്നാലും താക്കോൽ സ്ഥാനത്ത് തന്നെ സ്ഥിരമായി ഇരിക്കുകയും തൻ്റെ ഇംഗിതത്തിന് ഒത്തു നിൽക്കാത്തവരെ മുഴുവൻ ദ്രോഹിക്കുകയും ചെയ്യുന്ന ശീലമുള്ള ഒരു ഓഫീസറാണ് KM എബ്രഹാം. ആ KM എബ്രഹാമായിട്ട് B അശോകും പ്രശാന്തും നല്ല ടൈംസിലായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തിട്ട് ആ സസ്പെൻഷൻ 6 മാസം കഴിഞ്ഞ സസ്പെൻഷൻ സാധാരണഗതിയിൽ പിൻവലിക്കുന്നതാണ്. ഇത് 1.5 കൊല്ലമായിട്ട് സസ്പെൻഷനിൽ നിൽക്കുകയാണ്. 1.5 കൊല്ലമായിട്ട്. അയാളെപ്പോലെ ഒരു സീനിയർ, അയാളെപ്പോലെയുള്ള ചെറുപ്പക്കാരനും വളരെ കഴിവുറ്റ ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ കഴിവുകൾ വിനിയോഗിക്കപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് കൊള്ളാവുന്ന ഒരു സ്ഥലത്തും അശോകനെ ഇരുത്തില്ല എന്നുള്ളൊരു വാശിയായിരുന്നു എബ്രഹാമിനുണ്ടായിരുന്നത്. അതിൽ എബ്രഹാം വിജയിച്ചു എന്നുള്ള കാര്യം മറക്കാൻ പറ്റില്ല കേട്ടോ. എബ്രഹാം അതിലൊക്കെ വിജയിച്ചു. തൻ്റെ ശത്രുക്കൾ എന്ന് എബ്രഹാം കരുതിയിട്ടുള്ള എല്ലാവരെയും ദ്രോഹിക്കുന്ന കാര്യത്തിൽ 100% വിജയിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ KM എബ്രഹാം. അപ്പോൾ അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും ആ സെക്രട്ടേറിയറ്റിൻ്റെ പ്രദേശത്തു നിന്ന് മാറ്റി അതിനകത്ത് സിവിൽ സർവീസിൽ താൻ ഇരിക്കുവോളം ഇവർക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ദൈവം മറിച്ച് ചിന്തിച്ച കാരണം പിണറായി വിജയൻ പെരുവഴിയിലായപ്പോൾ സ്വാഭാവികമായിട്ടും KM എബ്രഹാമും പെരുവഴിയിലായി. ഇനിയിപ്പം മനോരമ ബന്ധം പറഞ്ഞ് ചെല്ലാനായിട്ട് VD സതീശൻ്റെ അടുത്ത് അത് പറഞ്ഞാൽ ഏക്കില്ല. അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് പുള്ളി രാജിവെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വേറൊരാളാണ് ഇതുപോലെ തന്നെ ഇത് എന്തും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഡോക്ടർ KM എബ്രഹാം, K ജയകുമാർ, പിന്നെ VS ജോയി എന്നല്ലേ ഒരു പഴയൊരു ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു, ഡോക്ടർ ജോയ് വാഴയിൽ എന്ന് പറഞ്ഞ കവിതയൊക്കെ എഴുതുന്ന, ആ പേരിൽ കവിതയൊക്കെ എഴുതുന്ന ജോയി, ഇങ്ങനെയുള്ള ഒരു സംഘം വരികയും ഇവർ സിവിൽ സർവീസ് മൊത്തം കൈയടക്കുകയും അവരുമായിട്ട് അവർക്ക് വഴങ്ങാത്തവരെ ഒക്കെ ചവിട്ടി പുറത്താക്കുകയും ചെയ്ത കൂട്ടത്തിൽ ചവിട്ടി പുറത്താക്കപ്പെട്ട 2 പേരാണ് B അശോകും പ്രശാന്ത്. സ്വാഭാവികമായിട്ടും ഏത് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും ശരിയാണ്, അവരെടുത്ത് വെക്കുക എന്നുള്ളതാണ് മര്യാദ. ആ മര്യാദ പിണറായി വിജയൻ കാണിച്ചില്ല എന്നുള്ളത് പിണറായി കാണിച്ച ഏറ്റവും വലിയ എന്താ പറയേണ്ടത്, തെറ്റാണത്, ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം തൻ്റെ കൂടെ നിൽക്കുന്ന, തൻ്റെ സിൽബന്തിയായി നിൽക്കുന്ന, തൻ്റെ ചെരുപ്പ് ചുമക്കാൻ വേണ്ടി എപ്പോഴും സന്നദ്ധനായിട്ട് നിൽക്കുന്ന ഡോക്ടർ KM എബ്രഹാം, ആ KM എബ്രഹാം ഈ KM എബ്രഹാമിൻ്റെ ഒരു കാര്യം പറയണ ഒരു UDF മന്ത്രി, അന്ന് ഞാൻ തിരുവനന്തപുരത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്,
സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അന്ന് ഇദ്ദേഹം സാമ്പത്തിക ഫൈനാൻസ് സെക്രട്ടറിയാണ് KM എബ്രഹാം. അപ്പോൾ പറഞ്ഞ് ഈ ഗവൺമെൻറ്റിനെയും ഫൈനാൻസിനെയും പിടിച്ചു നിർത്തുന്നത് എല്ലാ ദിവസവും ഇങ്ങേര് പോയിട്ട് മുട്ടിപ്പായി രാവിലെ പോയി പ്രാർത്ഥിക്കുകയാണ് പള്ളിയിൽ. ആ പ്രാർത്ഥന കൊണ്ടാണ് നിലനിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പറഞ്ഞ അന്നത്തെ മന്ത്രിയായ എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അടിയന്തരമായിട്ട് ഇയാളുടെ സേവനം നമ്മൾ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കണം. കാരണം അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, അവിടെ പോയിട്ടൊന്ന് പ്രാർത്ഥിച്ചത് ശരിയാക്കേണ്ടതാണ് എന്ന് ഞാൻ ഫലിതം പറയുകയും ചെയ്തതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് തന്നെയാണ് കിഫ്ബി. ഇപ്പോൾ കിഫ്ബിയുടെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സതീശൻ്റെ മേൽ വലിയ സമ്മർദ്ദമുണ്ട്. കാരണം കിഫ്ബിക്കെതിരെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിഫ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി തോന്നിയാസമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. സംസ്ഥാന സർക്കാരിനെ സാക്ഷി നിർത്തിയിട്ട്, സാക്ഷിയല്ല, എന്താണ് അതിനെ പറയണ, ഗ്യാരണ്ടിക്ക് എന്താണ് നമ്മൾ മലയാള വാക്ക് പറയണ, ഒരു വാക്കുണ്ടല്ല, മുന്നിൽ നിർത്തി. അല്ല, ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷിയല്ല, ജാമ്യം. സംസ്ഥാന സർക്കാരിനെ ജാമ്യം നിർത്തിയിട്ട് കാശ് കടമെടുക്കുകയാണ്. ആ കടമെടുത്തു കഴിഞ്ഞാൽ ജാമ്യക്കാരൻ കൊടുക്കേണ്ടി വരും ഇവൻ അടച്ചില്ലെങ്കിൽ. കിഫ്ബി കടമെടുക്കുന്നു, അടക്കുന്നില്ല, സംസ്ഥാന സർക്കാർ കടം കൊടുക്കണം. എന്നിട്ട് പറയണത് എന്താ വെച്ചാൽ ഇത് സംസ്ഥാന സർക്കാരിന് ഒരു ബാധ്യതയും ഇല്ല എന്നാണ്. ഇത് എവിടെ നിന്നാണ് ഈ പറയുന്നത്? അപ്പോൾ ഈ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ സിവിൽ സർവീസിൽ സിവിൽ സർവൻസ് ആയിട്ട് വരുന്നവരെ എല്ലാവരും ഇവർ പറയുന്ന ഈ ജയതിലകന് വ്യക്തിപരമായി തന്നെ പ്രശാന്തിന് ഇഷ്ടമല്ല, വ്യക്തിപരമായിട്ട്. അപ്പോൾ അത് കാരണം ജയതിലക് ഇരിക്കുന്നിടത്തോളം കാലം ജയതിലകിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ്. ഒരിക്കലും ക്ലിയർ അല്ല ആ ട്രാക്ക് റെക്കോർഡൊന്നും. ഞാനിപ്പോൾ അത് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള ഒരു ചാനലിൽ ഇരുന്നുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ മലീമസമാകും എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അത്ര മലീമസമായ ഒരു പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള ഒരാളാണ് ജയതിലക്. ആ ജയതിലകിന് ഇഷ്ടമല്ല പ്രശാന്തിനെ ജയതിലകിന് ഇഷ്ടമില്ലാത്ത കാരണം പ്രശാന്ത് 1.5 കൊല്ലമായിട്ട് പുറത്തു നിന്ന്. KM എബ്രഹാമിനും ഇഷ്ടമല്ല, ജയതിലകിനും ഇഷ്ടമല്ല. ഇത് തന്നെയാണ് B അശോകനെയും ചെയ്തത്. അശോകനെ ഇവിടുന്ന് തട്ടിത്തെറിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് അവരെ അശോകനെ പോലെയുള്ള കഴിവുള്ളൊരു ഇവർ രണ്ടുപേരും നല്ല കഴിവുള്ള ഉദ്യോഗസ്ഥരാണ്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രശാന്തായാലും ഇതായാലും ഇവരൊക്കെ വളരെ കഴിവുള്ള ഒരു ക്രിയേറ്റീവ് മൈൻഡുള്ള ഉദ്യോഗസ്ഥരാണ്. ഇവർ രണ്ടുപേരും എനിക്ക് നേരിട്ട് അറിയാവുന്നവരുമാണ്, അടുപ്പമുള്ളവരുമാണ്. ആ അടുപ്പം കൊണ്ട് പറയുന്നതല്ല, രണ്ടുപേർക്കും നല്ല കഴിവുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. B അശോക് നമ്മുടെ ഇതില്ലേ എന്താണ്, വെറ്ററിനറി സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ PhD ഉള്ളത് ആ സബ്ജക്റ്റിലാണ്. അദ്ദേഹം വലിയൊരു അക്കാഡമിക് വിദഗ്ധൻ കൂടിയാണ്. പിന്നെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള അനുഭവ പരിചയമുണ്ട്. KV തോമസ് ഫുഡ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് KV തോമസിൻ്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വ്യത്യസ്ത മേഖലകളിൽ വലിയ രീതിയിൽ ജോലി ചെയ്ത് പരിചയമുള്ളവരാണ് ഇവരൊക്കെ. അപ്പോൾ അവരുടെ ആ അനുഭവ സമ്പത്ത് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി വിനിയോഗിക്കുക എന്നതാണ് ഒരു ചീഫ് സെക്രട്ടറി ചെയ്യേണ്ടത്. അതാണ് ചീഫ് സെക്രട്ടറിയുടെ പണി. ചീഫ് സെക്രട്ടറിയുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ചുറ്റുമുള്ള IASകാരുടെ അവരാരൊക്കെയുണ്ടോ അവരുടെ കഴിവുകൾ ഈ രാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കണം. അത് അവരോട് വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷം തീർക്കുകയാണ്. ഇതാണ് വ്യത്യാസം. അത് അപ്പോൾ ഈ ഗവൺമെൻറ് അത് മാറ്റി എന്നുള്ളതാണ് വരാൻ പോകുന്നത്. ഈ N പ്രശാന്തിനെ പറ്റിയിട്ട് ഈ സസ്പെൻഷൻ കൊടുക്കുന്നതിന് മുൻപൊക്കെ കേട്ടിരുന്നൊരു കാര്യമാണ്, പിണറായി വിജയൻ സർക്കാരിന് വളരെ തലവേദനയായിരുന്ന ഒരു ഓഫീസറാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കറപ്ഷൻസ് ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗവൺമെൻറ്റിന് ഭയങ്കര അത് രണ്ടുപേരും അതെ. കാരണം അശോകും പ്രശാന്തും അഴിമതി രഹിതരാണ്. അവർക്കെതിരെ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ അവരിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അഴിമതി നടത്താൻ പോവുകയാണെങ്കിൽ അവരെ തന്നെ തടയും. ഇപ്പോൾ അവസാനം കൊണ്ടേ ഇരുത്തിയെന്ന് വെച്ചാൽ ഇവളെ എവിടെയെങ്കിലും കൊണ്ടേ ഇരുത്തണമല്ലോ ഒന്ന് കയറിയിട്ട് കൊണ്ടേ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സെക്രട്ടറി ആക്കി, അതിൻ്റെ ഇലക്ട്രിസിറ്റി വകുപ്പിൻ്റെ സെക്രട്ടറി ആക്കിയിരുത്തി, അതിൻ്റെ ബോർഡ് ചെയർമാനുമായിട്ട് വന്ന്. അപ്പോഴാണ് പുള്ളി അവിടുത്തെ ഈ കൊള്ള കണ്ടെത്തിയത്. ഇലക്ട്രിസിറ്റി ബോർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളാനയാണ്. പകൽക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളാനയെന്നല്ല, പകൽക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാട്ടാനയാണ് ഈ ഇലക്ട്രിസിറ്റി ബോർഡ്.
കാരണം അത് ഇത് എങ്ങനെ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചല്ല. അവിടെ ഒരു സംഘം ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരുടെ പിടിയിലാണ് ആ ബോർഡ് ഇരിക്കുന്നത്. അവർ ഇഷ്ടാനുസരണം തസ്തികകൾ സൃഷ്ടിക്കും. ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന സ്റ്റേറ്റിലെ ഒരു സ്ഥാപനമാണ് ഇലക്ട്രിസിറ്റി ബോർഡ്. അറിയാമോ? ഒരേ സമാന തസ്തികയ്ക്ക് ഇപ്പോൾ ഒരു തസ്തികയ്ക്ക് സമാനമായ ഒരു തസ്തികയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ഒരാൾ വർക്ക് ചെയ്യണമെങ്കിൽ, ഒരു സൂപ്രണ്ടിൻ്റെ പദവിയിലിരുന്ന ഒരാൾ വർക്ക് ചെയ്യണമെങ്കിൽ അയാൾക്കൊരു 80,000 90,000 രൂപ ഉണ്ടെന്ന് വെക്കുക. അതേ ജോലി ഇലക്ട്രിസിറ്റി ബോർഡിലാണെങ്കിൽ 1.5-2 ലക്ഷം രൂപയാണ്. ഇതാണ് വ്യത്യാസം. എന്നിട്ട് ഇതിൻ്റെ പൈസ ആര് കൊടുക്കണം? പൈസ കൺസ്യൂമേഴ്സ് കൊടുക്കണം. നമ്മുടെ അടുത്ത് നിന്ന് പണം പിഴിച്ചെടുത്തിട്ട് ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇത് തന്നെ ചെയ്യുന്നത്. നമ്മൾ ഈ സോളാർ എനർജിയൊക്കെ ഉണ്ടാക്കുന്നത്, നമ്മൾ കാശ് കൊടുത്ത് ഇതൊക്കെ വെച്ച് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നിന്ന് വളരെ കുറവ് കാശിനെടുത്തിട്ട് നമുക്ക് അതേ എനർജി വളരെ കൂടിയ കാശിന് തരും. ഇത് വേറെ ലോകത്തൊരിടത്ത് വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇത് ക്രയത്തിനും വിക്രയത്തിനും ഒരു ലെവൽ വേണ്ടേ? നിങ്ങൾ നിങ്ങളുടെ പണം കൊടുത്ത് അവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു കാര്യം ഇവർ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന ഒറ്റ കാര്യം കൊണ്ട്, അവർക്ക് കൊടുക്കാൻ പാടില്ലെന്ന് നിയമമുള്ളത് കൊണ്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപയുള്ള സാധനം 2 രൂപയ്ക്ക് എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതേ സാധനം തിരിച്ചു തരുമ്പോൾ 12 രൂപ മേടിക്കും. ഈ 10 രൂപയുടെ സാധനം 2 രൂപയ്ക്ക് എടുത്ത് നമ്മുടെ നിന്ന് 12 രൂപ മേടിക്കുന്ന ഈ പ്രക്രിയക്ക് കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ദുർഭരണമായിരുന്നു ഇന്നും നടന്നുകൊണ്ടിരിക്കുക ഇലക്ട്രിസിറ്റി ബോർഡ്. അതിന് തടയിടാൻ വേണ്ടി അശോക് ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി. അപ്പോൾ അഴിമതി രഹിതരായിട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വാഴാൻ കഴിയാത്ത വിധത്തിലാണ് ഇത് പോകുന്നത്. അഴിമതി ചെയ്യാത്ത ഉദ്യോഗസ്ഥർ ഇവർക്ക് ആർക്കും വേണ്ട, ഒരു ഗവൺമെൻറ്റിനും വേണ്ടി വരില്ല. ഞാൻ ഒരാളുടെ പേര് പറയാം. 2-3 പേരുണ്ട്, എനിക്ക് വളരെ പരിചയമുള്ള ഒരാളുണ്ട്. അതിലൊരാളായിരുന്നു നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറി ആയിരുന്ന പി ജെ തോമസ്. അദ്ദേഹം ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ആയിരിക്കുന്ന കാലം തുടങ്ങി എനിക്കറിയാം, വ്യക്തിപരമായിട്ട് അടുപ്പം അറിയാവുന്ന ഒരാളാണ്. ഇത് വഴി വിട്ട് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിക്കാത്തൊരു ഉദ്യോഗസ്ഥനാണ്. അയാളെ കുടുക്കി. ആരാ കുടിക്കുക എന്നറിയാമോ? ആദർശ സമ്പന്നനെന്ന് ഇവരെല്ലാവരും പ്രചരിപ്പിക്കുന്ന സാക്ഷാൽ VS അച്യുതാനന്ദൻ. പാമോലിൻ കേസിൽ ഇദ്ദേഹത്തിൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫയൽ വന്ന സമയത്ത് ഫിനാൻസ് മിനിസ്റ്റർ എന്ന് അതിനകത്ത് രേഖപ്പെടുത്തിയില്ല. ഫയൽ ആരൊക്കെ കാണണം എന്നെഴുതുന്ന FM എന്ന് എഴുതിയില്ല. ആ FM എന്ന് എഴുതാതിരുന്നത് കരുണാകരനെ കൊട പിടിക്കാൻ വേണ്ടി ചെയ്തതാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെ പോലുള്ളൊരു ഉദ്യോഗസ്ഥൻ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിൽ പോയി ടെലികമ്മ്യൂണിക്കേഷൻ സെക്രട്ടറിയായി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പാർലമെൻ്ററി വയലാർ രവി പാർലമെൻ്ററി കാര്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം പാർലമെൻ്ററി കാര്യ സെക്രട്ടറി ആയിരുന്നു. ഇന്ത്യയുടെ ചീഫ് വിജിലൻസ് കമ്മീഷണറായി. ഇങ്ങനെയൊക്കെ ജോലി ചെയ്ത ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സേവനം ഇവരാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. മരണം വരെ സർക്കാരിൻ്റെ കാറും സംവിധാനവും ഉപയോഗിക്കും എന്ന ദുർവാശിയിലാണ് കെ ജയകുമാർ. റിട്ടയർ ചെയ്തിട്ട് കൊല്ലം 15-16 മറ്റോട്ടെയായി. ഇപ്പോഴും പുള്ളി സർക്കാർ കാറിൽ സഞ്ചരിക്കുള്ളൂ. സർക്കാർ കാർ വേണം എന്നുള്ളതാണ്. രാവിലെ വരുമ്പോൾ സർക്കാർ കാർ വേണം, ടൈപ്പിസ്റ്റ് വേണം, ഡ്രൈവർ വേണം. ആ സംവിധാനം ഇല്ലെങ്കിൽ ഇയാൾക്ക് ഇതൊന്നും ജീവിക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് KM എബ്രഹാമിനും. ഇനിയിപ്പോൾ ജയതിലകന് ഇത് തന്നെയായിരുന്നു. അത് തന്നെയാണ് ജോസ് വാഴ. ഇവർക്കൊക്കെ ഈ ജോസ് വാഴയിൽ എല്ലാവർക്കും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അതേ ശമ്പളം കിട്ടുന്ന വേറൊരു തൊഴിൽ കൊടുത്തിട്ട് അവിടെ ഇരുത്തേണ്. അതാണ് പിണറായി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൊള്ളസംഘം, ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഈ ഒരു കൊള്ളസംഘം അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അശോകും പ്രശാന്തും. ഞാനിപ്പോൾ പി ജെ തോമസ് സാറിൻ്റെ കാര്യം പറഞ്ഞു. പി ജെ തോമസ് സാറിനെ പോലത്തെ ഇത്രയും സത്യസന്ധനായിട്ടുള്ള സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ വേണ്ട, ആർക്കും വേണ്ട. വേറൊരാളാണ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. തിരുവനന്തപുരത്ത് 10-30 കൊല്ലം ജീവിച്ചിട്ട് തിരുവനന്തപുരത്ത് വീട് വെക്കാതെ എറണാകുളത്ത് വന്ന് വീട് വെച്ച് ഒരു ചെറിയ വീട് വെച്ച് താമസിക്കുന്ന KK വിജയകുമാർ, IAS കാരൻ, എൻ്റെ സ്നേഹിതനാണ്. KK വിജയകുമാറിനെ ആർക്കും വേണ്ട.
സത്യസന്ധര എന്നാൽ കെ കെ വിജയകുമാറിൻ്റെ ഫാദർ ഇൻ ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിയായിരുന്നു എം കെ കൃഷ്ണൻ. എം കെ കൃഷ്ണൻ്റെ സൺ ഇൻ ലോയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വിജയകുമാറിൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ കണ്ടങ്കോരൻ മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നു ഞങ്ങളുടെ നാട്ടിലാണ്. ആ പനമ്പുകാട് ചെല്ലുന്ന സമയത്ത് ഞാനന്ന് കോൺഗ്രസ് പ്രവർത്തകനായിരിക്കുന്ന കാലത്ത് പനമ്പുകാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെന്ന് വല്ലാർപാടത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് നടന്ന് കണ്ടങ്കോരൻ മാഷ വീട്ടിലും മൃത്യുഞ്ജയ മാഷിൻ്റെ ആ വീട്ടിൽ ചെന്നാലേ വെള്ളം കിട്ടുള്ളൂ. ബാക്കി പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ്, അവർ വെള്ളം പോലും തരില്ല. അപ്പോൾ ഈ കോൺഗ്രസ്സുമായിട്ടും കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടും നല്ല ഇങ്ങനെ കുടുംബ ബന്ധം ഉണ്ടെങ്കിൽ പോലും കെ കെ വിജയകുമാറിനെ ഒരാളും ഒരു സംഭവത്തിനും വിളിക്കില്ല. എന്താ കാര്യം എന്നറിയാമോ? കെ കെ വിജയകുമാർ വഴിവിട്ട് നിൽക്കില്ല, പി ജെ തോമസ് വഴിവിട്ട് നിൽക്കില്ല. വഴിവിട്ട് നിൽക്കില്ല എന്ന് ഉറപ്പുള്ളവരൊന്നും ഇവർക്ക് വേണ്ട. അപ്പോൾ അങ്ങനെ രണ്ട് ഉദ്യോഗസ്ഥരാണ്. ആ രണ്ട് ഉദ്യോഗസ്ഥരെ എടുത്ത് വെക്കാൻ തീരുമാനിച്ചത് തീർച്ചയായിട്ടും ഇത് ഒരു നിയമപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ചെയ്ത് അവരുടെ സേവനം നമ്മുടെ രാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.